നമസ്തേ പ്രിയമിത്രാണി, സർവേഷാം രുദ്രാറ്റ് സ്കൂൾ പ്രതി സ്വാഗതം. അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് എല്ലാവരും വാക്കുകളൊക്കെ എഴുതി നോക്കിയിട്ടുണ്ടാവുമല്ലോ. ഇനി 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 5ാം ക്ലാസ്സിൽ നമുക്ക് 4 ഏകകങ്ങളാണ് പഠിക്കുവാനുള്ളത്. ഏകകങ്ങൾ എന്ന് വെച്ചാൽ യൂണിറ്റ് എന്നാണ് അർത്ഥം. ഒന്നാമത്തെ ഏകകം പ്രകൃതിയെക്കുറിച്ചുള്ള പാഠമാണ്. അതിൽ ബാലകവിതയും ലഘുവിവരണവും കഥയുമൊക്കെയായി നമ്മൾ സംസ്കൃതത്തെയും പ്രകൃതിയെയും ഒക്കെ പരിചയപ്പെടുന്നു. സുന്ദര പ്രകൃതി. നമ്മുടെ പ്രകൃതി സുന്ദരമാണ് അല്ലെ? പുഴയും മലയും മരങ്ങളും ഒക്കെയായി സുന്ദരമായ പ്രകൃതിയെക്കുറിച്ച് ഈ ഏകകത്തിൽ കവിതയിലൂടെയും കഥയിലൂടെയും ലഘു വിവരണങ്ങളിലൂടെയും ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നു. സുന്ദര പ്രകൃതി. സർവചരാചരാണാം ആവാസസ്ഥാനം ഭവതി പ്രകൃതി. എല്ലാ ചരാചരങ്ങളുടെയും ആവാസസ്ഥാനമാണ് പ്രകൃതി. ആവാസസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വസിക്കുന്ന സ്ഥലം, വസിക്കുന്ന ഇടം, അതാണ് ആവാസസ്ഥാനം അല്ലെ? സാ പ്രകൃതി അതീവ സുന്ദരി. ആ പ്രകൃതി അതീവ സുന്ദരിയാണ്. സുന്ദരിയല്ലേ? പുഴയും മലയും മണ്ണും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും ഒക്കെയായി ആ പ്രകൃതി വളരെ സുന്ദരിയാണ്. തസ്യാഹ സൗന്ദര്യം വിഭവ സമൃദ്ധിശ്ച സംരക്ഷണീയം പാലനീയശ്ച. ആ പ്രകൃതിയുടെ, തസ്യാഹ അവളുടെ, ആ പ്രകൃതിയുടെ സൗന്ദര്യം നമ്മൾ എന്ത് ചെയ്യണം? വിഭവ സമൃദ്ധിയെ, അതുപോലെ അതിൻ്റെ ആ പ്രകൃതിയുടെ വിഭവങ്ങളെ, ജലവും വായു ആകാശം, ഇതൊക്കെ പ്രകൃതിയുടെ വിഭവങ്ങളാണ് അല്ലെ? ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷണീയം പാലനീയശ്ച. സംരക്ഷണം, അതിനെയൊക്കെ രക്ഷിക്കേണ്ടതും പാലിക്കേണ്ടതും നമ്മുടെ കർത്തവ്യമാണ്. അസ്മിൻ ഏകകേ, ഈ ഏകകത്തിൽ, ഈ യൂണിറ്റിൽ ജീവനം മനോഹരം അവധാനേന കർത്തവ്യം വർഷാചിത്രം ഇതി ത്രയഃ പാഠാഃ സമായോജിതാഃ വർത്തന്തെ. അങ്ങനെ ഈ ഏകകത്തില് നമ്മൾ 3 പാഠങ്ങളാണ് യോജിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഏകകത്തിലുള്ളത്. ഒന്ന് ജീവനം മനോഹരം, മനോഹരമായ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു പാട്ടാണ്. രണ്ടാമത്തേത് അവധാനേന കർത്തവ്യം, വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു കഥയാണ്. മറ്റൊന്ന് വർഷാചിത്രം എന്ന് പറയുന്ന വർഷകാലത്തെക്കുറിച്ചുള്ള, മഴക്കാലത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ്. അപ്പൊ നമുക്ക് ഇതിലൂടെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക്, പാഠഭാഗത്തേക്ക് പോകാം. പ്രഥമഃ പാഠഃ ജീവനം മനോഹരം. പ്രഥമഃ പാഠഃ ജീവനം മനോഹരം. പഠസ്യ നാമ കിം? ജീവനം മനോഹരം. മനോഹരം ജീവനം ഇത്യുക്തെ കഹ അർത്ഥഃ? എന്താണ് അർത്ഥം? സുന്ദരമായ മനോഹരമായ ജീവിതം അല്ലെ? നമ്മുടെ ചുറ്റിലും നമ്മളുടെ ജീവിതം വളരെ മനോഹരമാണ്. നമുക്ക് ചുറ്റിലും പ്രകൃതിയുടെ സൗന്ദര്യം ഇഷ്ടം പോലെയുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതം വളരെ മനോഹരമായ ജീവിതമാണ് എന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നത്. പ്രകൃതി ജീവദായിനി ആനന്ദദായിനി ച ഭവതി. പ്രകൃതി ജീവദായിനിയാണ്. നമുക്ക് ജീവനെ തരുന്നത് പ്രകൃതിയാണ് അല്ലെ? പ്രകൃതിയിലെ വായുവും വെള്ളവും ഒന്നുമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. മരങ്ങളും ഒക്കെ വേണം നമുക്ക്. അപ്പൊ പ്രകൃതി നമ്മുടെ ജീവദായിനിയാണ്, ആനന്ദദായിനിയാണ്. വളരെ ആനന്ദം തരുന്ന പ്രകൃതിയാണ് നമ്മുടേത്. തത്ര വൃക്ഷലതാദയഃ പക്ഷിമൃഗാദയശ്ച പരസ്പര സ്നേഹേന ജീവന്തി. അവിടെ വൃക്ഷലതാദികളും, വൃക്ഷലതാദയ വൃക്ഷങ്ങളും ലതകളും വള്ളികളും, പക്ഷിമൃഗാദയ പക്ഷികളും മൃഗങ്ങളും, പരസ്പര സ്നേഹേന മനുഷ്യരും അല്ലെ? പരസ്പര സ്നേഹേന ജീവന്തി. ഏതദേവ ജീവനം പ്രകൃതേഃ സൗന്ദര്യം ഭവതി. ഈ ജീവിതമാണ്, ഈ പരസ്പര സ്നേഹത്തോടെയുള്ള സസ്യലതാദികളുടെയും അല്ലെങ്കിൽ പക്ഷിമൃഗാദികളുടെയും മനുഷ്യരുടെയും ഒക്കെ പരസ്പര സ്നേഹത്തോട് കൂടിയുള്ള ജീവിതമാണ് ഈ പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഏതാദൃശി, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള
പ്രകൃതി സൗന്ദര്യ വർണ്ണനാത്മികാം, പ്രകൃതി സൗന്ദര്യ വർണ്ണനാത്മികയായ, പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതായ ഏകാം കവിതാം പഠാമഹ, ഒരു ലഘു കവിതയെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഏകാം കവിതാം പഠാമഹ, നമ്മൾ ഒരു കവിതയെ പഠിക്കാം. നമുക്ക് ഒരു കവിത പഠിക്കാം. ഗീതം ഗായാമഹ. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാ താത സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാ താത സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. പശ്യതു മാമകമുദ്യാനം വിവിധ സുമാന്യപി വിലസന്തി. പശ്യതു മാമകമുദ്യാനം വിവിധ സുമാന്യപി വിലസന്തി. അശോകചമ്പക മന്ദാരാണ ലസന്തി നൂതന കുസുമാനി, ലസന്തി നൂതന കുസുമാനി. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാ താത സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. പഞ്ചജനായിഹ നിവസന്തി. മധുരം ഗായതി പികപോതഃ രുചിരം നൃത്യതി കേകിഗണഃ. മധുരം ഗായതി പികപോതഃ രുചിരം നൃത്യതി കേകിഗണഃ. കാകാഹംസാഃ കീരകപോതാഃ, കാകാഹംസാഃ കീരകപോതാഃ നീടാന്യേവം രചയന്തി, നീടാന്യേവം രചയന്തി. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാ താത സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. പഞ്ചജനായിഹ നിവസന്തി. കുഹരേ നിവസതി ഖലു ശശകോ, കുഹരേ നിവസതി ഖലു ശശകോ ഗൃഹേ ച ശുനകോ മാർജാരഃ. കുഹരേ നിവസതി ഖലു ശശകോ ഗൃഹേ ച ശുനകോ മാർജാരഃ. സന്തതമേവം വയമിഹ സർവേ, സന്തതമേവം വയമിഹ സർവേ സാമോദം സഖി നിവസാമഹ, സാമോദം സഖി നിവസാമഹ. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാ താത സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. പഞ്ചജനായിഹ നിവസന്തി. ഇപ്പൊ നമ്മള് മനോഹരമായ ഒരു പാട്ട് കേട്ടു അല്ലെ? ഈ പാട്ടിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. പശ്യതു മൃദുലേ മമ നിലയം. മൃദുലേ, മൃദുല എന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ് അല്ലെ? മൃദുല. ഹേ മൃദുലേ പശ്യതു, അല്ലയോ മൃദുലേ ഇങ്ങോട്ട് നോക്കൂ. പശ്യതു നോക്കൂ. മമ നിലയം, എന്റെ നിലയം. നിലയം വീട്, ആലയം, നിലയം എന്നൊക്കെ പറഞ്ഞ വീടാണ്. എന്റെ നിലയം നോക്കൂ, കാണൂ. എന്താണ് അവിടെ ഉള്ളത്? സുന്ദരമേതം മമ നിലയം. മമ നിലയം, എന്റെ ഈ വീടിനെ നോക്കൂ. സുന്ദരമേതം മമ നിലയം, വളരെ മനോഹരമാണ്, സുന്ദരമാണ്. മാതാ താതഃ സോദരയുഗളം. മാതാ, മാതാ അമ്മ, അമ്പ. മാതാ അമ്പ, അമ്മ. താതഃ, താതഃ ജനകഃ അച്ഛൻ. മാതാ അമ്മ, താതാ താതഃ അച്ഛൻ.
അപ്പൊ മാതാ താതഃ, അച്ഛനും അമ്മയും ഉണ്ട്. പിന്നെ ആരാ ഉള്ളത് വീട്ടില്? സോദരയുഗളം, 2 സഹോദരന്മാരും ഉണ്ട്. പഞ്ചജനായിഹ നിവസന്തി, ഞങ്ങൾ അങ്ങനെ പഞ്ചജനാഹ 5 പേരാണ് ഇഹ ഇവിടെ, ഇഹ അത്ര ഇവിടെ ഈ വീട്ടില്, നിവസന്തി താമസിക്കുന്നത്, വസന്തി താമസിക്കുന്നു. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം, സുന്ദരം ഏതം മമ നിലയം, എൻ്റെ ഈ വീടിനെ നോക്കൂ, എൻ്റെ വീട് വളരെ സുന്ദരമാണ്. മാതാ താതഃ സോദരയുഗളം, മാതാ അമ്മ, താതഃ അച്ഛൻ, സോദരയുഗളം, യുഗളം ദ്വയം 2 ആൾക്കാര്, 2 സഹോദരന്മാരുണ്ട് എനിക്ക്. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും സഹോദരന്മാരും കൂടി പഞ്ചജനാഹ, 5 ആൾക്കാരാണ് ഇഹ അത്ര ഈ വീട്ടില് നിവസന്തി താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അടുത്ത ഇതിൽ എന്താണ് പറയുന്നത് നോക്കാം. പശ്യതു മാമകമുദ്യാനം, പശ്യതു നോക്കൂ, മാമകമുദ്യാനം എൻ്റെ ഉദ്യാനം, ഉദ്യാനം ആരാമഹ വാടിക ഉപവനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പൂന്തോട്ടം. എൻ്റെ പൂന്തോട്ടത്തെ നോക്കൂ, എന്താണ് അവിടെ ഉള്ളത്? വിവിധ സുമാന്യപി വിലസന്തി, വിവിധ സുമാനി പലതരത്തിലുള്ള സുമാനി പൂക്കൾ, വിവിധ സുമാനി അപി പലതരത്തിലുള്ള പൂക്കളും അവിടെ ഉണ്ട്. വിലസന്തി അവ ഇങ്ങനെ ശോഭിക്കുകയാണ്. പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവും അല്ലെ, പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും. അപ്പൊ എൻ്റെ പൂന്തോട്ടം നോക്കൂ, വളരെ പലതരത്തിലുള്ള പൂക്കൾ അവിടെ വിലസിക്കുന്നുണ്ട്, പരിലസിക്കുന്നുണ്ട്. പിന്നെയോ അശോക ചമ്പക മന്ദാരാണാം, അപ്പൊ ആ പൂക്കളുടെ പേരുകൾ പറയാണ്. അശോക ചമ്പക മന്ദാരാണാം, അശോകം, ചമ്പകം, മന്ദാരം ഇതൊക്കെ നമുക്ക് അറിയാം അല്ലെ. നമ്മുടെ പൂന്തോട്ടത്തിലും ഈ പൂക്കളൊക്കെ ധാരാളമായി നമ്മൾ കാണാറുണ്ട്. ലസന്തി നൂതന കുസുമാനി, അങ്ങനെ ഇവയുടെയൊക്കെ പുതിയ പൂക്കള്, ഇന്ന് വിരിഞ്ഞ പൂക്കള് അവിടെ ഇങ്ങനെ വിലസിക്കുന്നുണ്ട്, പരിലസിക്കുന്നുണ്ട്. നൂതന കുസുമാനി ഇവയുടെയൊക്കെ, അശോകത്തിന്റെയും മന്ദാരത്തിന്റെയും അതുപോലെ പിന്നെന്താ പറഞ്ഞത്, ചമ്പകത്തിന്റെയും ഒക്കെ പുതിയ പൂക്കൾ, നൂതന കുസുമാനി, നവകുസുമാനി, നവപുഷ്പാണി അവിടെ വിലസിക്കുന്നുണ്ട്, ലസിക്കുന്നുണ്ട്, ശോഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് കേൾക്കുന്നത്? പൂന്തോട്ടത്തിൽ സാധാരണയായി പിന്നെ കുറെ പക്ഷികളൊക്കെ വരൂ അല്ലെ. അപ്പൊ അടുത്ത ഇതിൽ പറയാണ്, മധുരം ഗായതി പികപോതഃ, പികപോതഃ, പികഹ എന്ന് പറഞ്ഞാൽ കുയിലാണ്, പോതഹ പറഞ്ഞാൽ കുട്ടിയാണ്, കുയിലിന്റെ കുഞ്ഞ്, ചെറിയ കുയില്. എന്താ ചെയ്യുന്നത്? മധുരം ഗായതി, വളരെ മനോഹരമായി മധുരമായിട്ട്, ഗായതി പാടുന്നു. പിന്നെയോ രുചിരം നൃത്യതി കേകി ഗണഃ, കേകി, കേകി മയൂരഹ മയില്. അപ്പൊ കേകി ഗണഃ, ഒരു മയിലല്ല, ഗണഃ കൂട്ടത്തോടെ മയിലുകൾ വന്നിട്ട് എവിടുന്ന് നൃത്തം ചെയ്യുന്നുണ്ട്? രുചിരം നൃത്യതി കേകി ഗണഃ, മനോഹരം, രുചിരം മനോഹരം, രുചിരം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട്, നൃത്യതി നൃത്തം ചെയ്യുന്നു. ആര്? കേകി ഗണഃ, മയിലിന്റെ കൂട്ടങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ഒന്നിച്ച് നൃത്തം ചെയ്യുകയാണ് അവര്. പിന്നെ ആരാ അവിടെ ഉള്ളത്? കാക്കാ ഹംസാഹ, കാക്കകളുണ്ട്. ഹംസാഹ അരയന്നങ്ങളുണ്ട്. കീര കപോതാഹ, കീരഹ പറഞ്ഞ തത്തകളുണ്ട്. കപോതാഹ പ്രാവുകളുണ്ട്. നീടാന്യേവം രചയന്തി, ഇവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പൂന്തോട്ടത്തും ചുറ്റുപാടും ഒക്കെ നീടാന്യേവം, നീടാനി ഏവം അങ്ങനെ കൂടുകള്, നീടാനി കൂടുകള്, രചയന്തി അങ്ങനെ ഉണ്ടാക്കുന്നു, നിർമ്മിക്കുന്നു, രചിക്കുന്നു. നോക്കൂ, ഇനി പക്ഷികൾ മാത്രമല്ല മൃഗങ്ങളും ഉണ്ട് അല്ലെ, ചുറ്റുപാടും മൃഗങ്ങളും ഉണ്ട്. അതാണ് പറഞ്ഞത്, കുഹരേ നിവസതി ഖലു ശശകോ, ശശകഃ കുഹരേ നിവസതി, ശശകഃ മുയല്,
മുയലുകൾ എവിടെയാണ്? കുഹരെ. കുഹരം മാളം. കുഹരം മാളം. മാളത്തിലാണ് എന്ത് താമസിക്കുന്നത്? നിവസതി, താമസിക്കുന്നു, വസിക്കുന്നു. ശശകഃ മുയൽ. പിന്നെയോ ഗൃഹേ ച ശുനകോ മാർജാരഃ. ഗൃഹേ വീട്ടിൽ, ശുനകോ മാർജാരഃ ഗൃഹത്തിലാണ് ആര് താമസിക്കുന്നത്? ശുനകഃ. ശുനകഃ പറഞ്ഞാൽ ആരാണ്? നായ. മാർജാരഃ മ്യാവു, പൂച്ച അല്ലെ. അപ്പൊ ഗൃഹേ ച ശുനകോ മാർജാരഃ. മാളത്തില് നമ്മുടെ മുയൽ താമസിക്കുമ്പോ നായയും പൂച്ചയും എവിടെയാ താമസിക്കുന്നത്? നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. സന്തതമേവം, അങ്ങനെ നമ്മളെല്ലാവരും എപ്പോഴും നിത്യവും വയമിഹ സർവേ, നമ്മളെല്ലാവരും ഇവിടെ വയം, നമ്മളെല്ലാവരും, വയം അഹം ഞാൻ, വയം നമ്മളെല്ലാവരും. അപ്പൊ നമ്മളെല്ലാവരും സർവേ എല്ലാവരും, നമ്മളെല്ലാവരും ഇഹ ഇവിടെ, അത്ര സാമോദം ആമോദത്തോടു കൂടിയാണ്. സാമോദം ആമോദത്തോടു കൂടി, ആമോദേന സഹ സഖി നിവസാമ. അല്ലയോ കൂട്ടുകാരി, മൃദുലയോട് പറയാണ് അല്ലെ. അപ്പൊ മൃദുലയെ വിളിക്കാണ്, ഹേ കൂട്ടുകാരി, സഖി, വയം ഇഹ സർവേ, നമ്മളിവിടെ എല്ലാവരും സാമോദം നിവസാമഹ, വളരെ സന്തോഷത്തോടു കൂടിയാണ് താമസിക്കുന്നത്. നിവസാമഹ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും താമസിക്കുന്നു. വയം നിവസാമഹ, നമ്മളെല്ലാവരും താമസിക്കുന്നു. എങ്ങനെ? സാമോദം, സന്തതം, നിത്യവും സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ, ഈ പ്രകൃതിയിൽ, നമ്മുടെ ചുറ്റുപാടിൽ താമസിക്കുന്നത് എന്നാണ് ഈ പാട്ടിൽ പറഞ്ഞത്. അപ്പൊ നമ്മള് നല്ലൊരു പാട്ട് പാടി അതിന്റെ അർത്ഥവും കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഈ പാട്ട് കാണാതെ പഠിച്ച് പല ഈണത്തിൽ ചൊല്ലി നോക്കണം. അതിനുശേഷം ഈ പാട്ടില് കുറച്ച് പദങ്ങള് സംയുക്ത പദങ്ങളാണ്, അതായത് 2 or 3 പദങ്ങൾ കൂടിച്ചേരുന്ന പദങ്ങളും നമുക്കിതിൽ കാണാം. അങ്ങനെയുള്ള പദങ്ങളെ സന്ധി പദങ്ങൾ അഥവാ സംയുക്ത പദങ്ങൾ എന്നാണ് നമ്മൾ പറയുക. ഇതിനെ നമുക്ക് മലയാളത്തിലുള്ളതുപോലെ കൂടിച്ചേർന്ന പദങ്ങളെ നമ്മൾ മലയാളത്തിൽ എന്ത് ചെയ്യും? പിരിച്ചെഴുതാറുണ്ട് അല്ലെ. അതുപോലെ നമുക്ക് ഈ പദങ്ങളെ പിരിച്ചു നോക്കാം. പദച്ഛേദ എന്നാണ് ഇതിന് പറയാറ്. എങ്ങനെയാണ് പദച്ഛേദം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഏതൊക്കെയാണ് കൂട്ടുപദങ്ങൾ എന്ന് ഈ പാട്ട് ഒന്നുകൂടി പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പദങ്ങളെ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്, പദച്ഛേദം ചെയ്യുന്നത് എന്ന് അപ്പൊ തന്നെ പറയുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരം ഏതം. സുന്ദരമേതം, സുന്ദരം ഏതം മമ നിലയം. മാതാ താതസോദരയുഗളം. താതഃ സോദരയുഗളം. താതസോദരയുഗളം, താതഃ സോദരയുഗളം. പഞ്ചജനാ ഇഹ നിവസന്തി. പഞ്ചജനാഹ ഇഹ നിവസന്തി. പശ്യതു മാമകമുദ്യാനം. മാമകം ഉദ്യാനം. പശ്യതു മാമകം ഉദ്യാനം. വിവിധസുമാനി അപി. വിവിധസുമാന്യപി. വിവിധസുമാനി അപി. ഒന്നിച്ച് പറയുമ്പോ വിവിധസുമാന്യപി വിലസന്തി. അശോക ചമ്പക മന്ദാരാണാം. അതൊരുമിച്ചാണ്. അശോക ചമ്പക മന്ദാരാണാം ലസന്തി നൂതന കുസുമാനി. അവിടെയൊന്നും പദച്ഛേദമില്ല. പിന്നെ എവിടെയാണുള്ളത്? മധുരം ഗായതി പികപോതഃ. രുചിരം നൃത്യതി കേകിഗണഃ. കാകാഃ ഹംസാഃ കീരകപോതാഃ. കാകാഃ ഹംസാഃ കീരകപോതാഃ. നീടാനി ഏവം. നീടാന്യേവം എന്നുള്ളത് എങ്ങനെയാണ്? നീടാനി ഏവം രചയന്തി. അടുത്തതോ? കുഹരേ നിവസതി ഖലു ശശകോ ഗൃഹേച്ച. അവിടെ കുഹരേ നിവസതി ഖലു ശശകഃ
ഗൃഹേ ച ശുനകഃ മാർജാരഃ. ശുനകോ മാർജാരഃ എന്നുള്ളത് പിരിച്ചെഴുതുമ്പോ ശുനകഃ മാർജാരഃ. സന്തതമേവം, സന്തതം ഏവം, സന്തതം ഏവം, സന്തതമേവം. വയം ഇഹ, വയമിഹ, വയം ഇഹ, വയമിഹ സർവേ സാമോദം സഖി നിവസാമഹ. ഇപ്പൊ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പദച്ഛേദം വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പദച്ഛേദ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് പദച്ഛേദങ്ങൾ അതിലുള്ളത് എന്ന് നോക്കാം. ഈ പദച്ഛേദങ്ങൾ ആമുഖത്തിലുള്ള പദങ്ങളുടെ പിരിച്ചെഴുതിയതും കൂടി അവിടെ ഉണ്ട്. പക്ഷിമൃഗാദയശ്ച, പക്ഷിമൃഗാദയ അധികം ച. ആ പ്ലസ് ചിഹ്നത്തിനെ നമ്മൾ അധികം എന്ന വാക്കുകൊണ്ടാണ് പറയാറ്. പക്ഷിമൃഗാദയ അധികം ച, പക്ഷിമൃഗാദയശ്ച. അവിടെ ആ മൃഗാദയ എന്ന് കഴിഞ്ഞിട്ടുള്ള രണ്ട് കുത്ത്, അതിനെ നമ്മൾ പറയാ വിസർഗം എന്നാണ് പറയാ. ആ വിസർഗത്തിന്റെ സ്ഥാനത്ത് ശ എന്ന അക്ഷരം വരികയാണ്. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? പക്ഷി മൃഗാദയശ്ച എന്നാവുന്നത്. അടുത്തത് സുന്ദരമേതം, സുന്ദരം ഏതം. രണ്ട് വാക്കുകൾ തമ്മിലാണ് കൂടുന്നത്. സുന്ദരം ഏതം, സുന്ദരമായ ഇതിനെ. താതസോദരയുഗളം, താതഹ സോദരയുഗളം. അവിടെ വിസർഗത്തിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? ഒരു സകാരം കൂടി, ഒരു സ എന്ന അക്ഷരം കൂടി വന്നു. അങ്ങനെ സോദരയുഗളം എന്നായി. താതസോദരയുഗളം. മാമകം ഉദ്യാനം, മാമകം അധികം ഉദ്യാനം, മാമകം അധികം ഉദ്യാനം, മാമകം ഉദ്യാനം. വിവിധ സുമാന്യപി, ഇത് നമ്മൾ നേരത്തെ പാട്ടിന്റെ പദച്ഛേദങ്ങളെ പരിചയപ്പെട്ടപ്പോൾ കണ്ടതാണ്. വിവിധ സുമാന്യപി, വിവിധ സുമാനി അധികം അപി. നീടാന്യേവം, നീടാനി അധികം ഏവം. ഇങ്ങനെയുള്ള കൂടുകൾ എന്നർത്ഥം. ഇങ്ങനെ കൂടുകൾ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. സന്തതമേവം, സന്തതം അധികം ഏവം. വയമിഹ, വയം അധികം ഇഹ, വയം അധികം ഇഹ. ഇഹ എന്ന് പറഞ്ഞാൽ അത്ര, ഇവിടെ എന്നർത്ഥം. അപ്പൊ നമ്മൾ പദച്ഛേദം കണ്ടു കഴിഞ്ഞു. അർത്ഥം നമ്മൾ പാട്ടിൽ മനസ്സിലാക്കിയതാണ്. അതിന് താഴെ കാണാം വിഗ്രഹ, അതായത് ഒറ്റപ്പദമാക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റപ്പദത്തെ അതിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? ഒറ്റപ്പദത്തെ വിശദീകരിച്ച അർത്ഥം പറയുന്നതിനെയാണ് നമ്മൾ വിഗ്രഹവാക്യങ്ങൾ എന്ന് പറയുക. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള പദങ്ങൾ ഏതൊക്കെയാണ്? സോദരയുഗളം, ഒന്നാമത്തെ പദം സോദരയുഗളം. സോദരയോഹോ യുഗളം, രണ്ട് സഹോദരങ്ങളെ നമ്മൾ സോദരയുഗളം എന്ന പേരിലൂടെ അറിയപ്പെടുന്നു. സോദരയുഗളം. വിവിധ സുമാനി, വിവിധാനി സുമാനി, പലതരത്തിലുള്ള പൂക്കൾ, ബഹുവർണ്ണ പുഷ്പങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് വിവിധ സുമാനി. വിവിധാനി, വിവിധങ്ങളായ പൂക്കൾ, വിവിധ പുഷ്പങ്ങൾ എന്ന് പറയാം. നൂതന കുസുമാനി, അതുപോലെ പുതിയതായി വന്ന പൂക്കൾ, നൂതനമായ പൂക്കൾ. നൂതനാനി കുസുമാനി, നൂതന കുസുമാനി. പികപോത, കുയിൽ കുഞ്ഞ്, കുയിലിന്റെ കുഞ്ഞ്, അതാണ് കുയിൽ കുഞ്ഞ്. പികസ്യ പോത, പികസ്യ പോത, കുയിലിന്റെ കുഞ്ഞ് പികപോത. സാമോദം, ആമോദേന സഹ, സന്തോഷത്തോടു കൂടി, അതാണ് സാമോദം. സസ്നേഹം എന്നൊക്കെ പറയില്ലേ നമ്മൾ, സ്നേഹത്തോടു കൂടി, അതാണ് സാമോദം. ആമോദേന സഹ, ആമോദത്തോടു കൂടെ എന്നർത്ഥം. ഇനി നമുക്ക് കാണാം പഠന പ്രവർത്തനാനി എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. പഠന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലേക്ക് നാം ചെല്ലുകയാണ്. ആദ്യത്തെ പഠന പ്രവർത്തനം എന്ന് പറയുന്നത് ഗൃഹപരിസരം നിരീക്ഷ്യ, നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിച്ചിട്ട് പുഷ്പാണാം ജീവജാലാനാം, പുഷ്പങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ അവയുടെയൊക്കെ നാമാനി വദതു, പേരുകൾ പറയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മലയാളത്തിൽ ഒരുപാട് പുഷ്പങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ പേരുകൾ അറിയാം അല്ലെ. ഇനി അതിന്റെയൊക്കെ സംസ്കൃത പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഗൃഹപരിസരത്ത് കാണുന്നത് മാത്രമല്ല,
നമുക്ക് പരിചിതങ്ങളായ പുഷ്പങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ പേരുകൾ നമ്മൾ സംസ്കൃതത്തിൽ പറഞ്ഞു നോക്കുകയാണ്. ഒന്നാമതായിട്ട് പുഷ്പാണി, പുഷ്പങ്ങൾ. നമ്മൾ സുമാനി, കുസുമാനി എന്നൊക്കെ പഠിച്ചു അല്ലെ. പുഷ്പങ്ങൾ, പുഷ്പാണി. ഏതൊക്കെയാണ് നമുക്ക് പരിചിതങ്ങളായ പുഷ്പങ്ങൾ എന്ന് നോക്കാം. മല്ലിക, മല്ലിക എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവാണ്, നമുക്കറിയാം. മുല്ലപ്പൂവിനെ നല്ല പരിചയമാണ് അല്ലെ. മന്ദാരം, മന്ദാരം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മന്ദാരം തന്നെയാണ് നമ്മൾ മലയാളത്തിലും പറയാറുള്ളത്. ചമ്പകം, ചമ്പകത്തിനും ചമ്പകം എന്ന് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത്. അശോകം, അശോക പുഷ്പം, അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ, പരിചിതം തന്നെയാണ്. സേവന്തിക, നമ്മൾ ചെണ്ടുമല്ലിക അല്ലെങ്കിൽ ജമന്തി എന്നൊക്കെ പറയാറുണ്ട്. സേവന്തിക. കർണികാരം, നമുക്കറിയാം നമ്മുടെ കേരള സംസ്ഥാന പുഷ്പമാണ് അല്ലെ കർണികാരം. കണിക്കൊന്ന. തുളസി, തുളസിയെ എല്ലാവർക്കും അറിയാം. കമലം, താമരയാണ്, നമ്മുടെ ദേശീയ പുഷ്പമാണ്. ഭാരതത്തിന്റെ ദേശീയ പുഷ്പമാണ് താമര. കമലം എന്നാണ് ഇതിന് പറയുന്നത്. കുമുദം, ആമ്പൽപ്പൂവ്, കുമുദം. പാടലം, റോസാപ്പൂവ്. സൂര്യകാന്തി, സൂര്യകാന്തി എന്ന് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുള്ളത്. ശംഖപുഷ്പം, ശംഖുപുഷ്പം, ഇതിന് മറ്റു പേരുകൾ ഉണ്ടാവാം. ജപാകുസുമം, ചെമ്പരത്തിപ്പൂവ്. ചൂതപുഷ്പം, മാവിന്റെ പൂക്കളാണ്. പാരന്തി, തെച്ചിപ്പൂവാണ്. ദ്രോണപുഷ്പം, തുമ്പപ്പൂവാണ്. ഇപ്പൊ നമ്മൾ കുറേ പൂക്കളെ പരിചയപ്പെട്ടില്ലേ. ഇനിയും ഒരുപാടുണ്ട്. നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, നിങ്ങളുടെ അധ്യാപകന്മാരോടും മറ്റും ചോദിച്ച് മനസ്സിലാക്കുക. അടുത്തത് പക്ഷികളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഖഗാഹ, പക്ഷികൾ. മയൂരഹ, നമുക്കറിയാം അല്ലെ, മയൂരഹ, മയില് നമ്മുടെ ദേശീയ പക്ഷിയാണ്. പികഹ, കോകിലഹ എന്നുകൂടി പേരുണ്ട്. പികഹ, കുയില്. കീരഹ, ശുകഹ എന്നുകൂടി പറയാറുണ്ട്, തത്തയാണ്. കപോതഹ, നമ്മുടെ പ്രാവാണ്. കാക്കഹ, കാക്ക എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ സ്വന്തം പക്ഷിയാണ് അല്ലെ. കുക്കുടഹ, നമ്മുടെയൊക്കെ വീടുകളിൽ വളരുന്ന കോഴിയാണ്. ഹംസഹ, അരയന്നമാണ് ഹംസഹ. ബകഹ, കൊക്കാണ്. ചാതകഹ, നമ്മുടെ കേരളത്തിന്റെ ദേശീയ പക്ഷിയായിട്ടുള്ള വേഴാമ്പലാണ്. ഉലൂകഹ, രാത്രിയിൽ നന്നായി കണ്ണ് കാണുന്ന മൂങ്ങയാണ്. ചടക, നമ്മൾ ഒരുപാട് ചെറിയ കുരുവികളെ കാണാറുണ്ട്, അതിനെയാണ് ചടക എന്ന് പറയുന്നത്. ഇതുപോലെ ഇനിയും ഒരുപാട് പക്ഷികളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്, നിങ്ങൾ കണ്ടെത്തുക. ഇനി നമുക്ക് മൃഗങ്ങളെ പരിചയപ്പെടാം. പശവഹ അഥവാ മൃഗാഹ, ഇങ്ങനെ രണ്ടു വിധത്തിലും നമ്മൾ മൃഗങ്ങളെ പറയാറുണ്ട്. ശുനകഹ ആരാണെന്ന് നമുക്ക് നല്ല പരിചയമുണ്ട്, നായയാണ്. മാർജാരഹ, പൂച്ചയാണ്. ധേനുഹു, പശുവാണ്. അജഹ, ആടാണ്. ഗജഹ, നമ്മുടെ സ്വന്തം ആനയാണ്. സിംഹഹ, പേര് കേട്ടാൽ തന്നെ അറിയാം, സിംഹമാണ്. ഹരിണഹ, മാനാണ്. വ്യാഘ്രഹ, നമ്മുടെ ദേശീയ മൃഗമായിട്ടുള്ള കടുവയാണ്. ശശകഹ ആരാണെന്ന് നമ്മൾ പാഠത്തിൽ നിന്ന് അറിഞ്ഞതാണ് അല്ലെ, മുയലാണ്. വരാഹ, പന്നിയാണ്. അശ്വഹ, കുതിരയാണ്. ഇവയെ കൂടാതെ ഇനി ഒട്ടേറെ മൃഗങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്, അത് നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. ഇനി ചില പ്രാണികളുടെ പേരുകളാണ്. പിപീലിക, ആരാണ് പിപീലിക? ഉറുമ്പാണ് അല്ലെ. മക്ഷിക, ഈച്ചയാണ്. മശകഹ, കൊതുകാണ്. ഊർണനാഭ, എട്ടുകാലിയാണ്. ഗൗളി, ഇവരൊക്കെ നമുക്ക് നല്ല പരിചയമാണ് അല്ലെ, നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവാറുണ്ട്. പല്ലിയാണ് ഗൗളി. ഭ്രമരഹ, വണ്ടാണ്.
ചിത്രശലഭ പൂമ്പാറ്റയാണ്. ഭേഗഃ തവളയാണ്. സർപ്പഃ പാമ്പാണ്. കച്ഛപഃ ആമയാണ്. കൂർമഹ എന്നും നമ്മൾ കച്ഛപത്തെ പറയാറുണ്ട്. ഇനി അടുത്ത പഠന പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കവിതാം വ്യക്തിശഃ സംഘശഃ ച ആലപതു. കവിത നമ്മൾ പഠിച്ച ഈ കവിതയെ വ്യക്തിശഃ ഓരോ ആളായിട്ട് വ്യക്തികളായിട്ടും സംഘശഃ കൂട്ടമായിട്ടും പാടി നോക്കാനാണ് പറയുന്നത്. ആ പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട സൂചനകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അക്ഷരസ്ഫുടത, പദജ്ഞാനം, ആശയാവബോധ, ഉചിത ഭാവ, ഉചിത താള. നല്ല സ്ഫുടമായി അക്ഷരങ്ങൾ ഉച്ചരിക്കണം. പദജ്ഞാനം നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവണം. പദങ്ങളുടെ അർത്ഥങ്ങളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് വേണം പാടാൻ. ആശയം എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പാടണം. ഉചിതമായ ഭാവത്തിലായിരിക്കണം പാടേണ്ടത്. നല്ല താളവും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഈ പാട്ടിന്റെ പുതിയ ഈണങ്ങളും താളങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടെത്തുക. ഇനി അടുത്ത പഠന പ്രവർത്തനം എന്ന് പറയുന്നത്, നമുക്ക് ഒരു നല്ല വീടിന്റെ ചിത്രം അവിടെ കാണാം അല്ലെ. ഗൃഹസ്യ നിലയസ്യ ചിത്രം, ഗൃഹസ്യ ചിത്രമസ്തി. ഇനി ഭാവനാനുസാരം ചിത്രസ്യ വർണ്ണലേപനം കരോതു എന്നാണ്. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള നിറങ്ങൾ എടുത്ത്, യോജിച്ച നിറങ്ങൾ എടുത്ത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ആ വീടിന് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്? പശ്യത്തു ഏകം ഗൃഹമസ്തി അല്ലെ, ഒരു വീടുണ്ട്. ഏകഃ വൃക്ഷഃ അസ്തി, വീടിന്റെ സമീപത്തൊരു മരമുണ്ട്. കേരവൃക്ഷാഹ സന്തി, തെങ്ങുകളുണ്ട് ഇരുവശമായിട്ട് കാണുന്നുണ്ട്. കൂപഃ അസ്തി, ഒരു കിണറുണ്ട്. ആകാശഃ അസ്തി, മേഘാഹ സന്തി. അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് നമ്മൾക്ക് അവിടെ നിറം നൽകാൻ ഉണ്ട്. വളരെ രസകരമായി നിങ്ങൾ യോജിച്ച നിറങ്ങൾ നൽകുക. ഇനി അടുത്ത പ്രവർത്തനത്തിലോട്ട് പോയാൽ, ചിത്രാണി നിരീക്ഷ്യ നാമാനി വദതു യോജയതൂച്ച. ചിത്രങ്ങൾ നിരീക്ഷിക്കുക, എന്നിട്ട് പേരുകൾ പറയുകയും വരച്ച് യോജിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. നോക്കൂ, അവിടെ 4 ചിത്രങ്ങളും 4 പേരുകളുമാണ് തന്നിട്ടുള്ളത്. ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. വീട്, മാവ്, പ്ലാവ്, അമ്മ, ഇത്രയും ചിത്രങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോ പേരുകൾ, സംസ്കൃത പേരുകൾ ഇങ്ങനെയാണ്. ആമ്രഹ, ആമ്രഹ എന്ന് പറയുമ്പോൾ മാവാണ്. ആമ്രം എന്ന് പറയുമ്പോൾ മാമ്പഴമാണ്, മാങ്ങയാണ്. മാതാ ആരാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പനസഹ എന്ന് പറഞ്ഞാൽ പ്ലാവാണ്. പനസം എന്ന് പറയുമ്പോൾ ചക്കയാണ്. നിലയഹ, ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു കഴിഞ്ഞു അല്ലെ, പാട്ടിലൂടെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് എന്താണെന്ന്, എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളത് യോജിപ്പിച്ച് ചെയ്യുക. അടുത്ത പ്രവർത്തനം, ചിത്രാണി നിരീക്ഷ്യ ആശയം വദതു. ചിത്രങ്ങൾ നന്നായി നോക്കിയിട്ട് അവിടെ തന്നിരിക്കുന്ന വാക്യങ്ങളെ വായിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചിത്രത്തിന്റെ താഴെ കേകി നൃത്യതി എന്ന് എഴുതിയിട്ടുണ്ട്. കേകി നൃത്യതി, കേകി മയൂരഹ നൃത്യതി, നൃത്തം ചെയ്യുന്നു. മയില് നൃത്തം ചെയ്യുന്നു. പികഹ ഗായതി, പികഹ കോകിലഹ അല്ലെ, കുയില് ഗായതി പാടുന്നു. അപ്പൊ നൃത്യതി നൃത്തം ചെയ്യുന്നു, ഗായതി പാടുന്നു. കുഹരേ ശശകഃ അസ്തി, കുഹരേ മാളത്തില് ശശകഃ അസ്തി, മുയല് ഉണ്ട്. മുയൽ അവിടെ നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലെ. ഗൃഹേ മാർജാരഹ നിവസതി, വീട്ടില് പൂച്ച താമസിക്കുന്നു. അപ്പൊ ഗൃഹേ മാർജാരഹ നിവസതി, വസതി താമസിക്കുന്നു. കാക്കഹ നീടം രചയതി, കാക്ക കൂടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാക്കഹ നീടം, കൂട്, രചയതി നിർമ്മിക്കുന്നു. ഇത്രയും വാക്യങ്ങളാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, സൂചനാനുസാരം ലിഖതു, അവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, അതനുസരിച്ച് എഴുതാനാണ് പറയുന്നത്. ആ ഉദാഹരണത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? ആദ്യം ഒരു കുയിലിന്റെ ചിത്രമുണ്ട്, പിന്നെ 2 കുയിലുകളുടെ ചിത്രമുണ്ട്, പിന്നെ കുറേ കുയിലുകളുടെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോ ഒരു കുയിലാവുമ്പോൾ നമ്മൾ പറയുക പികഹ എന്നാണ് അല്ലെ. ഒരു കുയിലിനെ നമ്മൾ പറയുന്നത് പികഹ എന്നാണ്.
നോക്കൂ, 2 കുയിലുകൾ എന്നതിന്റെ താഴെ, ആ ചിത്രത്തിന് താഴെ എഴുതിയിരിക്കുന്നത് എന്താണ്? പികൗ. എങ്ങനെയാണ് വായിക്കുക? പികൗ എന്നാണ്. അപ്പൊ 2 എണ്ണം എന്നർത്ഥമാണ്. പികഹ എന്നുള്ളത് എന്തായി? പികൗ എന്നായി. അടുത്തത് 4 കുയിലുകളാണ്. 2ൽ കൂടുതൽ കുയിലുകൾ ഉണ്ട് അല്ലെ? അപ്പൊ 2ൽ കൂടുതൽ എണ്ണം വരുമ്പോ നമ്മൾ എങ്ങനെയാ പറയുന്നത്? പികാഹ എന്നാണ് പറയുന്നത്. പികഹ, പികൗ, പികാഹ. പികഹ ഏകവചനം 1, ഏകം 1. പികൗ ദ്വിവചനം 2 എണ്ണം. പികാഹ എന്ന് പറയുമ്പോൾ ബഹുവചനം 2ൽ കൂടുതൽ എണ്ണം. അപ്പൊ അടുത്തത് ഒരു പ്രാവിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? കപോതഹ അല്ലെ? 2 പ്രാവുകൾ. അപ്പൊ എങ്ങനെ പറയും? കപോതൗ. 3 പ്രാവുകളും അതിൽ കൂടുതലായാൽ കപോതാഹ. കപോതഹ, കപോതൗ, കപോതാഹ. അടുത്തത് ഹംസഹ, അരയന്നത്തിന്റെ ചിത്രമാണ്. അരയന്നമാകുമ്പോ ഹംസഹ, 2 എണ്ണമാകുമ്പോ ഹംസൗ, 2ൽ കൂടുതലാവുമ്പോ ഹംസാഹ. അടുത്തത് അജഹ. അജഹ, അജൗ, അജാഹ. ഭേഗഹ. ഭേഗഹ, ഭേഗൗ, ഭേഗാഹ. ഇപ്പൊ ഒരു ആൺകുട്ടിയുടെ ചിത്രമാണെന്ന് കരുതട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ബാലഹ, ബാലൗ, ബാലാഹ. പുരുഷഃ, പുരുഷൗ, പുരുഷാഹ. അധ്യാപകഃ, അധ്യാപകൗ, അധ്യാപകാഹ. കൃഷകഃ, കൃഷകൗ, കൃഷകാഹ. ഇങ്ങനെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം 1, 2, 2ൽ കൂടുതൽ. ഇങ്ങനെയാണ് നാമപദങ്ങളുടെ, പുല്ലിംഗ ശബ്ദങ്ങളുടെ ഏകവചനം, ദ്വിവചനം, ബഹുവചന രൂപങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അടുത്ത പേജിൽ നമുക്ക് അധികതാഹ അംശാഹ എന്നൊരു ബോക്സ് കാണാം അല്ലെ? അധികതാഹ അംശാഹ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്നുകൂടി നമ്മൾ അവലോകനം ചെയ്യുകയാണ്. ഒന്നാമതായിട്ട് പുഷ്പാണാം ജീവജാലാനാം ച നാമാനി അവദത്. പറഞ്ഞു അല്ലേ? നമ്മള് പുഷ്പങ്ങളുടെയും ജീവജാലങ്ങളുടെയും പേരുകൾ പറഞ്ഞു. കവിതാം സതാളം ആലപത്. കവിതയെ താളത്തോടുകൂടി ആലപിച്ചു. പല ഈണങ്ങൾ നിങ്ങൾ കണ്ടെത്തി. നമ്മൾ മുൻപൊരു ഈണത്തിൽ പാടി, അങ്ങനെ നമ്മൾ പല വിധത്തിൽ ആ കവിതയെ പാടിക്കഴിഞ്ഞു അല്ലെ? ചിത്രം വർണ്ണലേപനേന സുന്ദരമകരോത്. നമ്മളൊരു വീടിന്റെ മനോഹരമായ ഒരു ചിത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ അതിനെ മനോഹരമാക്കി അല്ലേ? പിന്നെയോ ചിത്രാണി നിരീക്ഷ്യ നാമാനി അവദത്. ചിത്രങ്ങൾ നോക്കിയിട്ട് അതിന്റെ പേരുകൾ പറഞ്ഞു. പിന്നെയോ ചിത്രാണി നിരീക്ഷ്യ ആശയം അവദത്. ചിത്രങ്ങൾ നോക്കിയിട്ട് വാക്യങ്ങളെ പഠിച്ചു അല്ലേ? പുല്ലിംഗ ശബ്ദാൻ അവദത് അലിഖത് ച. പുല്ലിംഗ ശബ്ദങ്ങളുടെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെ രൂപങ്ങളെ നമ്മൾ പഠിച്ചു അല്ലേ? ഇത്രയുമാണ് അധികതാഹ അംശാഹ എന്നുള്ള ആ ബോക്സിലുള്ളത്. ഇനി നമുക്കതിന് താഴെ അനുബന്ധ എന്ന് പറഞ്ഞിട്ട് 2 ബോക്സ് കാണാം അല്ലേ? അതിൽ ഒന്നാമത്തേത് ക്രിയാപദങ്ങളും രണ്ടാമത്തേത് നാമപദങ്ങളുമാണ്. ക്രിയാപദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ. നാമപദങ്ങൾ എന്ന് പറയുമ്പോൾ പേരിനെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. ഈ ബോക്സിലുള്ള ഈ ക്രിയാപദത്തിൻ്റെയും ധാതുവിൻ്റെയും അഥവാ ക്രിയാപദത്തിൻ്റെയും നാമപദങ്ങളുടെയും പൂർണ്ണ രൂപങ്ങളെ നമ്മൾ സിദ്ധരൂപം അഥവാ ശബ്ദരൂപം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ക്രിയാപദങ്ങൾക്ക് 9 രൂപങ്ങൾ ഉണ്ടായിരിക്കും, നാമപദങ്ങൾക്ക് 27 രൂപങ്ങളും ഉണ്ടായിരിക്കും. ക്രിയാപദങ്ങൾ നമ്മൾ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്, നാമപദങ്ങൾ പേരിനെ സൂചിപ്പിക്കുന്നതാണ്. ഇത്രയും മനസ്സിലാക്കുക. ഈ ക്രിയാപദങ്ങളെക്കുറിച്ചും നാമപദങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വീഡിയോ രുദ്ര ടു സ്കൂൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിലെ സംസ്കൃതോത്സവത്തിലെ ഒരു പ്രധാന ഇനമാണ് സിദ്ധരൂപോച്ചാരണം എന്നത്. അപ്പോൾ സിദ്ധരൂപോച്ചാരണം എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഭൂധാതുഹു പരസ്മൈപതി ലട്ട് ലകാരഃ. പ്രഥമ പുരുഷഃ ഏകവചനം ഭവതി, ദ്വിവചനം ഭവതഃ, ബഹുവചനം ഭവന്തി. മധ്യമ പുരുഷഃ ഏകവചനം
ഭവസി, ദ്വിവചനം ഭവഥഃ, ബഹുവചനം ഭവഥ. ഉത്തമപുരുഷഃ ഏകവചനം ഭവാമി, ദ്വിവചനം ഭവാവഹ, ബഹുവചനം ഭവാമഹ. അപ്പോൾ നാമപദങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് നോക്കാം. അകാരാന്തഃ പുല്ലിംഗഃ ബാലശബ്ദഃ. എന്താണത്? അകാരാന്തഃ പുല്ലിംഗഃ ബാലശബ്ദഃ. ബാല എന്ന ശബ്ദമാണ്. ആ ശബ്ദത്തിന്റെ രൂപങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ബാല എന്ന് അവസാനിക്കുന്നത് ബാല ആയിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ആ ശബ്ദം അകാരാന്തം എന്ന് പറയുന്നത്. ആയിൽ അവസാനിക്കുന്നത് കൊണ്ട് അകാരാന്തം. പിന്നെ ബാലഹ ആൺകുട്ടി എന്നർത്ഥം വരുന്നതായതുകൊണ്ട് പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ അകാരാന്തഃ പുല്ലിംഗഃ ബാലശബ്ദഃ. എല്ലാ അകാരാന്തങ്ങളുടെയും രൂപങ്ങൾ ഇതേപോലെ ആയിരിക്കും. എങ്ങനെയാണ് ചൊല്ലുന്നത് നോക്കാം. അകാരാന്തഃ പുല്ലിംഗഃ ബാലശബ്ദഃ പ്രഥമാ വിഭക്തി. ആദ്യത്തെ വിഭക്തി എങ്ങനെയാണ് പറയുന്നത്? ഏകവചനം ബാലഃ, ദ്വിവചനം ബാലോ, ബഹുവചനം ബാലാഹ. ബാലഃ, ബാലോ, ബാലാഹ. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഇത് നമ്മൾ തൊട്ടു മുൻപ് പഠന പ്രവർത്തനത്തിൽ ചെയ്തു കഴിഞ്ഞതാണ്. പികഃ, പികൗ, പികാഹ. സിംഹഃ, സിംഹൗ, സിംഹാഹ. അവിടെ നമ്മൾ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഇനി ബാക്കിയുള്ള രൂപങ്ങളുടെ അർത്ഥങ്ങളും നമ്മൾ ഓരോ പാഠങ്ങളിലായി പഠിക്കും. അടുത്തത് പറയുന്നത് സംബോധന പ്രഥമ. എങ്ങനെയാണ് ഒരാളെ സംബോധന ചെയ്യുന്നത്? ഹേ ബാല. ഹേ ഏകവചനം ഹേ ബാല, ദ്വിവചനം ഹേ ബാലൗ, ബഹുവചനം ഹേ ബാലാഹ. അടുത്തത് ദ്വിതീയാ വിഭക്തി. ഏകവചനം ബാലം, ദ്വിവചനം ബാലൗ, ബഹുവചനം ബാലാന്. തൃതീയാ വിഭക്തി. ഏകവചനം ബാലേന, ദ്വിവചനം ബാലാഭ്യാം, ബഹുവചനം ബാലൈഹി. ചതുർത്ഥി വിഭക്തി. ഏകവചനം ബാലായ, ദ്വിവചനം ബാലാഭ്യാം, ബഹുവചനം ബാലേഭ്യഃ. പഞ്ചമീ വിഭക്തി. ഏകവചനം ബാലാത്, ദ്വിവചനം ബാലാഭ്യാം, ബഹുവചനം ബാലേഭ്യഃ. ഷഷ്ഠീ വിഭക്തി. ഏകവചനം ബാലസ്യ, ദ്വിവചനം ബാലയോഃ, ബഹുവചനം ബാലാനാം. സപ്തമീ വിഭക്തി. ഏകവചനം ബാലേ, ദ്വിവചനം ബാലയോഃ, ബഹുവചനം ബാലേഷു. അടുത്ത പേജിൽ അമരകോശഃ എന്ന് കാണാം. എന്താണ് അമരകോശഃ എന്ന് പറഞ്ഞാൽ? സംസ്കൃതത്തിലുള്ള പദങ്ങളുടെ അർത്ഥങ്ങളും പര്യായ പദങ്ങളും നമുക്കവിടെ കാണാം. അമരകോശഃ എന്നത് സംസ്കൃതത്തിലെ ഒരു ഡിക്ഷണറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അമരസിംഹൻ എന്ന് പറയുന്ന പണ്ഡിതനാണ് ഇത് രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിന് അമരകോശഃ എന്ന പേര്. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, നാമലിംഗാനുശാസനം. ഇവിടെ നമ്മൾ പഠിച്ച പാഠത്തിലെ ചില വാക്കുകൾ അമരകോശത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ആ പദങ്ങളുടെ അർത്ഥങ്ങളും പര്യായ പദങ്ങളും. അമരകോശത്തിലെ എല്ലാ വാക്കുകളുടെയും അർത്ഥങ്ങളെയും പര്യായ പദങ്ങളെയും ശ്ലോക രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏതൊക്കെ പദങ്ങളെയാണ് പരിചയപ്പെടാനുള്ളത് എന്ന് നോക്കാം. നിലയഃ. നമുക്കറിയാം നിലയഃ എന്ന വാക്കിന്റെ മലയാള അർത്ഥം വീട് എന്നാണ്. അതിന്റെ സംസ്കൃതത്തിലുള്ള പര്യായ പദങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഗൃഹം, ഗേഹോദവസിതം, വേശ്മസത്മനികേതനം. ഒന്നുകൂടി പറയാം. നിലയഃ, ഗൃഹം, ഗേഹോദവസിതം, വേശ്മസത്മനികേതനം. ഗൃഹം, ഗേഹോദവസിതം, വേശ്മസത്മനികേതനം. ഇത് ഒറ്റപ്പദമല്ല, മുറിച്ച് മുറിച്ച് പര്യായ പദങ്ങളാണ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇതിനെ പറയുക? ഗൃഹം, ഗേഹം, ഉദവസിതം, വേശ്മ സദ്മ നികേതനം. ഒന്നുകൂടി പറയാം. ഗൃഹം, ഗേഹം, ഉദവസിതം,
വേശ്മ സദ്മ നികേതനം. ഇതൊക്കെ തന്നെ നിലയഹ എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ്. അപ്പൊ നിലയഹ എന്നതിന് പകരം നമുക്ക് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ഇതുകൂടാതെ മറ്റു പദങ്ങളും ഉണ്ട്. ഭവനം, ആലയഹ, അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് പദങ്ങളും കൂടിയുണ്ട്. ഇനി അടുത്ത വാക്ക് മാതാ എന്നാണ്. മാതാ ജനയിത്രീ പ്രസൂർമാതാ ജനനി. ജനയിത്രീ പ്രസൂർമാതാ ജനനി. ഇതെങ്ങനെയാണ് മുറിച്ച് പറയുക? ജനയിത്രീ പ്രസൂഹു മാതാ ജനനി. ജനയിത്രീ പ്രസൂഹു മാതാ ജനനി. അപ്പോൾ ഇവിടെ മാതാ എന്നതിന് പകരം ഉപയോഗിക്കാവുന്ന പദങ്ങളെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ രണ്ട് വാക്കുകളുടെ പര്യായ പദങ്ങളെ അമരകോശത്തിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ കണ്ടത്. ഇത് കൂടാതെയും ചില വാക്കുകൾ കൂടി ഉണ്ടാവാം. അമരകോശം നമുക്ക് സാധിക്കുമെങ്കിൽ പരിശോധിച്ചാൽ കൂടുതൽ വാക്കുകൾ നമുക്ക് അവിടെ നിന്നും ലഭിക്കും. ഇനി അടുത്തത് ശബ്ദകോശ എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച സംസ്കൃത പദങ്ങളുടെ സംസ്കൃത സമാന പദങ്ങൾ, സംസ്കൃതത്തിലെ സമാന പദങ്ങളും അതിൻ്റെ മലയാളാർത്ഥം, അതിൻ്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥം, അതുപോലെ കന്നഡത്തിലുള്ള അർത്ഥവും തമിഴിലുള്ള അർത്ഥമൊക്കെ അവിടെ കൊടുക്കാറുണ്ട്. ഈ ശബ്ദകോശങ്ങളെ നമുക്ക് അർത്ഥങ്ങളെ, കിട്ടാത്ത വാക്കുകളുടെ അർത്ഥങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ മറ്റൊരു പ്രവർത്തനമുള്ളത് ബിന്ദൂൻ യോജയിത്വ ചിത്രസ്യ വർണ്ണലേപനം കരോതു എന്നുള്ളതാണ്. ബിന്ദുക്കളെ, കുത്തുകളെ യോജിപ്പിച്ചുകൊണ്ട് ചിത്രത്തിന്റെ വർണ്ണലേപനം, നിറം കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. കരോതു, ചെയ്യൂ. അവിടെ മനോഹരമായൊരു ചിത്രമാണുള്ളത്. അത് ബിന്ദുക്കൾ കൊണ്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ബിന്ദുക്കളെ യോജിപ്പിച്ച് നല്ല ചിത്രമാക്കി മാറ്റി അതിന് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള നല്ല നിറങ്ങൾ നൽകി ഉചിതമായ രീതിയിൽ നിറം നൽകുക. അപ്പോൾ ഒന്നാമത്തെ ഏകകത്തിലെ ഒന്നാമത്തെ പാഠത്തെ നമ്മൾ മുഴുവനായും പ്രതിപാദിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പാട്ടിന് നിങ്ങൾ വിവിധ ഇനങ്ങളിൽ ചൊല്ലി നോക്കുക. ഇവിടെ പറഞ്ഞ പഠന പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായി അധ്യാപകരുടെ സഹായത്തോടു കൂടി ചെയ്തു നോക്കുക. വീണ്ടും കാണാം. നമസ്തേ, പുനർമിലാമഹ, ധന്യവാദः, വന്ദേ സംസ്കൃതമാതരം.